ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനീഷിനെ കുറിച്ച് സാബുമാനും ആദിലയും സംസാരിക്കുകയാണ്. സാബുമാൻ പറയുന്ന കാര്യം ഇതാണ്: ഈ അനീഷ് ചേട്ടനെ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. പുള്ളി പഠിച്ചിട്ട് വന്നതാണ്. അതെ, പഠിച്ചിട്ട് വന്നതാണ് എന്ന് ആദിലയും സമ്മതിച്ച് പറയുന്നു. അതിനുശേഷം സാബുമാൻ തുടർന്ന് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളോട് പുള്ളിക്ക് ഭയങ്കര സോഫ്റ്റ് കോർണറാണ്, പുള്ളി ഭയങ്കര സെലക്റ്റീവാണ് എന്നൊക്കെ. പുള്ളി ചില സമയത്ത് എന്നോട് ചില കഥകളൊക്കെ പറയാറുണ്ട്. എന്നാൽ എനിക്ക് മനസ്സിലായത് ക്യാമറ കാണാനും ക്യാമറയ്ക്ക് വേണ്ടിയുമാണ് പുള്ളി അങ്ങനെ സംസാരിക്കുന്നത്. നമ്മൾ പറയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് അനിമോളാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. പുള്ളിയാണ് ഇവിടെ ക്യാമറയ്ക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നതും സംസാരിക്കുന്നതും. പുള്ളി ഭയങ്കര സെലക്റ്റീവാണ്, നോക്കിയും കണ്ടുമാണ് സംസാരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ തമാശയൊക്കെ അടിക്കാനായിട്ട് നോക്കും, പക്ഷേ പുള്ളി മൈൻഡ് ചെയ്യാറില്ല. ഇങ്ങനെ നടന്നു പോകും. എന്നാൽ പുള്ളി നിങ്ങളോട് നല്ല അടുപ്പമാണ്. അതായത് ഷാനവാസ്, ആദില, നൂറ, പിന്നെ അനിമോൾ, അവരുടെ കാര്യമാണ് പറയുന്നത്. അക്ബറിനെ കണ്ടുകൂടാ എന്നാണ് സാബുമാൻ പറയുന്നത്. ആരിനെയും കണ്ടുകൂടാ എന്ന് ആദിലയും ചേർത്ത് പറയുന്നു. നെവിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ എന്നെക്കുറിച്ച് പുള്ളിക്ക് ഒരു അഭിപ്രായവും ഉണ്ടാകില്ല. എന്ന് വെച്ചാൽ എന്നോട് ശത്രുതയോ ഫ്രണ്ട്ഷിപ്പോ ഒന്നുമില്ല എന്ന് സാബുമാൻ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ആദില പറയുന്നു: എനിക്ക് തോന്നുന്നു പുള്ളിക്ക് കുറച്ച് സമയം വേണം എല്ലാത്തിനും, ഫ്രണ്ട്ഷിപ്പ് ആക്കുന്നതിനുമൊക്കെ. അതിന് മറുപടിയായി സാബുമാൻ പറയുന്നു: പുള്ളി കട്ട ഫോർമുലയിലാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്നോട് നന്നായി സംസാരിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ നല്ല സൗഹൃദം ഉണ്ടായേക്കാം, എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പുള്ളി ചിന്തിക്കുന്നുണ്ടാകാം എന്ന് സാബുമാൻ പറയുന്നുണ്ട്. അങ്ങനത്തെ മനുഷ്യരുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് ആദിലയും പറയുന്നു. പുള്ളി പറയുന്നു ഇവിടെ ജീവിക്കുകയാണെന്ന്, എന്നാൽ ഭയങ്കര ഫേക്കാണ് എന്ന് സാബുമാൻ പറയുന്നുണ്ട്. ആദില പറയുന്നു ഭയങ്കര കണ്ണിങ്ങാണ് പുള്ളി എന്നും പറയുന്നുണ്ട്. പുള്ളിയുടെ യഥാർത്ഥ ക്യാരക്ടർ ഇവിടെ കാണിച്ചാൽ ഇവിടെ വരെ എത്തുമായിരുന്നില്ല എന്ന്, അതുകൊണ്ടായിരിക്കണം ഇവിടെ നിലനിൽക്കുന്നത് എന്നും സാബുമാൻ പറയുന്നു. ശരിയായിരിക്കാം എന്ന് ആദിലയും അവിടെ സംസാരിക്കുന്നു. അല്ലെങ്കിലും ഇത്ര ആൾക്കാരുള്ളിടത്ത്, അതായത് ഓരോരുത്തർക്കും യുണീക്ക് ക്യാരക്ടറാണ്, എന്നാൽ പുള്ളിയുടേത് യുണീക്ക് X2 ആണെന്ന് ആദില അവിടെ പറയുന്നു. ഇപ്പോൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അതിനെ എതിർത്ത് വേറെ പോകുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്നാണ് ആദിലയും സാബുമാനും പറയുന്നത്. നോമിനേഷനിൽ അങ്ങനെയുള്ള എന്ത് പരിപാടിയും പുള്ളി നന്നായി സംസാരിക്കും, പ്രേക്ഷകരുടെ അടുത്ത് എത്തിക്കും എന്നാണ് സാബുമാൻ പറയുന്നത്. എന്തായാലും സാബുമാനും അതോടൊപ്പം തന്നെ ആദിലയും അനീഷിനെക്കുറിച്ച് ഇരുന്ന് സംസാരിക്കുകയാണ്. അനീഷിനെക്കുറിച്ച് സംസാരിക്കുന്നത് അനീഷിൻ്റെ കുറ്റമുണ്ടെന്നാണ് സാബുമാൻ പറയുന്നത്. സാബുമാൻ ഈ പറയുന്ന ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ അകത്തും പറഞ്ഞു അനീഷ് അത്രയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടനും പറഞ്ഞു എന്താ അങ്ങനെ പറഞ്ഞ് എന്ന രീതിയിൽ സാബുമാൻ ഒന്ന് ഇരുത്തുന്നുണ്ട്. എന്നാൽ ഈ അനീഷിനെക്കുറിച്ചുള്ള കുറ്റമാണ് ഏറ്റവും കൂടുതലും ഈ പറയുന്ന സാബുമാൻ പറയാനായിട്ട് നോക്കുന്നത് തന്നെ. ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, മറക്കരുത്.